നമസ്കാരം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓണക്കിറ്റിന്റെ വിതരണം പാളിയിരിക്കുകയാണ്. ഡിപ്പോകളിൽ നിന്ന് കിറ്റുകൾ യഥാസമയം എത്താത്തതാണ് പ്രധാന കാരണം. കിറ്റിനായി എത്തുന്നവരോട് സ്റ്റോക്ക് തീർന്നുപോയി എന്ന മറുപടിയാണ് കട ഉടമകൾ പറയുന്നത്. കിറ്റ് വിതരണത്തിന്റെ അവസാന നാളുകളിൽ ആവശ്യത്തിന് ഓണക്കിറ്റ് കടകളിൽ എത്തിക്കാത്തതാണ് കാരണം. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കിറ്റുകൾ വാങ്ങുന്നതിനായി വൻ തിരക്കായിരുന്നു. എന്നാൽ കാർഡ് ഉടമകൾ നിരാശരായി മടങ്ങുകയാണ് ചെയ്തത്. വൈകിട്ട് 5 വരെ കിറ്റുകൾ റേഷൻ കടയിൽ എത്തിയില്ല. തുണിസഞ്ചിയടക്കം ചില സാധനങ്ങൾ യഥാസമയം ലഭിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഉപ്പ്, സഞ്ചി, കശുവണ്ടി, തേയില എന്നിവയുടെ സ്റ്റോക്ക് തീർന്നു. ഉത്രാട ദിനമായ ഇന്നത്തോടെ ഓണക്കിറ്റ് വിതരണം പൂർത്തിയാക്കണം എന്ന നിർദ്ദേശമാണ് ഭക്ഷ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ അത് സാധിക്കില്ല. കിറ്റ് വിതരണത്തിന്റെ അവസാനത്തെ 3 നാൾ പോർട്ടബിലിറ്റി സംവിധാനം വഴി വാങ്ങാമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ള കിറ്റുകൾ ഇന്നലെ വൈകിട്ടോടെ റേഷൻ കടകളിൽ എത്തിച്ചതായാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പറയുന്നത്. 4, 5, 6, 7 തീയതികളിലായാണ് വിതരണം പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരുന്നത്. ഏതെങ്കിലും കാരണത്താൽ മുൻ നിശ്ചയിച്ച ദിവസങ്ങളിൽ കിറ്റ് വാങ്ങാൻ കഴിയാത്തവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞിരുന്നു. കിറ്റ് കിട്ടാതായതോടെ പലയിടങ്ങളിലും റേഷൻ കടക്കാരും കാർഡ് ഉടമകളുമായി പലയിടങ്ങളിലും വാക്കേറ്റവും നടക്കുകയുണ്ടായി. അതേസമയം മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകളിൽ ഭൂരിഭാഗം പേരും കിറ്റ് കൈപ്പറ്റിയതായി സപ്ലൈകോ പറയുന്നു. തുണിസഞ്ചി ഉൾപ്പെടെ 14 ഇനങ്ങളാണ് കിറ്റിൽ ഉള്ളത്. കഴിഞ്ഞ വർഷം നിലവാരം ഇല്ലാത്തതിന് പഴികേട്ട പപ്പടത്തിനും ശർക്കരയ്ക്കും പകരം മിൽമ നെയ്യും കാഷ്യൂ കോർപ്പറേഷനിലെ കശുവണ്ടി പരിപ്പും ഇപ്രാവശ്യം കിറ്റിൽ ഇടം പിടിച്ചു. 14 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റിന് 434 രൂപയാണ് കുറഞ്ഞ ചെലവ്. പഞ്ചസാരയും ചെറുപയറും തുവരപ്പരിപ്പും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളതാണ്. ലോഡിംഗ് വണ്ടിക്കൂലി ഉൾപ്പെടെ 447 രൂപയുടെ കിറ്റ് എല്ലാ ജില്ലകളിലും തയ്യാറായി. 90 ലക്ഷം ഭക്ഷ്യക്കിറ്റുകളാണ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്കായി തയ്യാറാക്കുന്നത്. എല്ലാം പാക്കറ്റ് ഉൽപ്പന്നങ്ങളാണ്. ഓണക്കിറ്റിൽ കശുവണ്ടി 50 ഗ്രാം, മിൽമ നെയ്യ് 50 മില്ലി, ശബരി മുളകുപൊടി 100 ഗ്രാം, ശബരി മഞ്ഞൾപ്പൊടി 100 ഗ്രാം, ഏലക്ക 20 ഗ്രാം, ശബരി വെളിച്ചെണ്ണ 500 മില്ലി, ശബരി തേയില 100 ഗ്രാം, ശർക്കര വരട്ടി 100 ഗ്രാം, ഉണക്കലരി 500 ഗ്രാം, പഞ്ചസാര 1 കിലോഗ്രാം, ചെറുപയർ 500 ഗ്രാം, തുവരപ്പരിപ്പ് എന്നിവ അടങ്ങുന്നതാണ് ഓണക്കിറ്റ്. അതേസമയം മുൻഗണനേതര വിഭാഗമായ നീല, വെള്ള കാർഡുകാർക്ക് 10.90 രൂപ നിരക്കിൽ 10 കിലോഗ്രാം അരി വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ആവശ്യമായ സ്റ്റോക്ക് എത്താത്തതിനാൽ റേഷൻ കടക്കാർ അതും വെട്ടിച്ചുരുക്കി. ഇപ്പോൾ 2-3 കിലോഗ്രാം അരിയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ഇതുകൂടാതെ 3 മാസമായി സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള ആട്ടമാവ് കഴിഞ്ഞ 3 മാസമായി കിട്ടാനില്ല. ഇതിനും ജനം പരക്കം പായുകയാണ്. കണ്ണൂർ ജില്ലയിലെ റേഷൻ കടകളിലെ ആട്ടകളിൽ മായം കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂരിൽ ആട്ട വിതരണം നിർത്തിവെക്കാൻ ജില്ലയിലെ ചില റേഷൻ കടകൾക്ക് ജില്ലാ സപ്ലൈ ഓഫീസർ മെയ് മാസത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. പരിശോധനയിൽ നിലവാരം കുറഞ്ഞതും മായം ഉൾപ്പെട്ടതുമായ ആട്ട കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ആട്ടയുടെ ഗുണനിലവാരക്കുറവ് കൊണ്ട് റേഷൻ കടകളിലെ ആട്ട വിൽപ്പനയിൽ ഗണ്യമായ കുറവുമുണ്ടായി. നിലവാരമില്ലായ്മയെക്കുറിച്ചുള്ള ഉപഭോക്താക്കളുടെ നിരന്തര പരാതിയെ തുടർന്നാണ് പരിശോധന നടന്നത്. ഗുണനിലവാരമില്ലാത്ത ആട്ടയ്ക്ക് പകരമായി ഗോതമ്പ് തന്നെ മതി എന്നാണ് ഉപഭോക്താക്കളുടെ പരാതി.